നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജൂൺ മാസം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളും ലഭിക്കാം. വിദേശവുമായി ബന്ധമുള്ളവർക്ക് നല്ല മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. നല്ല സന്ദേശങ്ങൾ എത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾ വരും. പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനവും മുടങ്ങാതെ നടത്തുക. എന്നാൽ ബന്ധുക്കളുമായി ചില അകൽച്ചയ്ക്കൊക്കെ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കരുതലെടുക്കുക. ആരോഗ്യപരമായി മികച്ച മാസം തന്നെയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസം തന്നെയാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് അശ്രദ്ധ പാടില്ല. കൂടുതൽ ശ്രദ്ധ ആവശ്യമായ മാസമാണ്. അപവാദങ്ങളൊക്കെ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ കിട്ടേണ്ടിയിരുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തീർത്ഥയാത്രകളൊക്കെ നടത്താൻ ഒക്കെ സാഹചര്യം ഉണ്ടാകും. തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് ചില സ്ഥലമാറ്റങ്ങളും ലഭിക്കാവുന്നതാണ്. അവിവാഹിതരായിട്ടുള്ള വിവാഹാലോചനകൾ നടക്കുന്നവരുടെ വിവാഹമൊക്കെ നിശ്ചയിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സഹോദരനെ സഹായിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. പൊതുവെ എല്ലാവരുമായിട്ടും വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. പൊതുവെ ആരോഗ്യം തൃപ്തികരമാകുന്ന മാസം തന്നെയാണ്. കുടുംബജീവിതവും സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പുണ്യകർമ്മങ്ങൾക്കും മറ്റുമായി ധാരാളം പണം ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിലൊക്കെ പല പുതിയ തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠന കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി അല്പം പ്രയാസങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ലഭിക്കാം. വിദേശ യോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക നില നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങളും നടക്കുന്നതാണ്. ഉന്നത വ്യക്തികളെ കൊണ്ടൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിലുമായി ബന്ധപ്പെട്ട ചില ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. പങ്കാളിയിൽ നിന്നും ചില കാര്യങ്ങളിൽ എതിർപ്പുകളൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവർക്ക് അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. കൃഷിഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കന്നിക്കൂറുകാർക്ക് അത് സഫലമാകുന്നതാണ്. സർക്കാർ ജീവനക്കാരായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നോക്കുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട ഭൂമിയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാകുന്നതാണ്. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വർണം, ആഭരണം തുടങ്ങിയ വിലപിടിപ്പുള്ള നാളേക്ക് കരുതൽ വേണ്ട ചില കാര്യങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഈശ്വരാധീനമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറിന്റെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തന രംഗത്തൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനത്തിന് വേണ്ടി അനാവശ്യ ചെലവുകളൊക്കെ വന്നേക്കാം. ആവശ്യമായിട്ടുള്ള ചികിത്സ സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
പലവിധ പ്രതിബന്ധങ്ങളും ഈ വരുന്ന മാസം തരണം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ദീർഘയാത്ര ആവശ്യമായി വന്നേക്കാം. പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാകാം. ഓഹരി ഇടപാടുകളൊക്കെ ലാഭകരമായി മാറുന്നതാണ്. കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നതാണ്. വിശേഷ വസ്ത്രങ്ങളൊക്കെ സമ്മാനമായി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന തൊഴിൽ അന്വേഷകർക്ക് അതിന് സാധിക്കുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികളായിട്ടുള്ള മകരക്കൂറുകാർ പഠനത്തിൽ അലസത കാട്ടിയേക്കാം. നിയമകാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക് പ്രതികൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക ക്ലേശവും ചിലപ്പോഴെങ്കിലും അലട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനും ശ്രമിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെ സഹായം ഒക്കെ ലഭിക്കുന്നതാണ്. വസ്തുസംബന്ധമായ ഇടപാടുകളൊക്കെ ലാഭകരമായി മാറുന്നതാണ്. ചിലർക്ക് സ്വർണ്ണാഭരണമൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പനി, ജലദോഷം പോലെയുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് കലാകാരന്മാരായിട്ടുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വീട് നിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്ന മീനക്കൂറുകാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സാധിക്കുന്നതുമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവെ മനസ്സിന് അല്പം സമാധാനം കുറയുന്ന മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. 12 രാശിക്കൂറുകാരുടെയും ഈ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. ദോഷപരിഹാരത്തിനായി എല്ലാവരും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള ഒരു മാസമാകട്ടെ വരുന്ന ജൂൺ മാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.